എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവർക്കും നമ്മളൊരു സോഷ്യൽ മെസ്സേജും കൂടി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ചെയ്തത്. ഒരുപാട്, കാരണം ഞാനൊരു ഭയങ്കര ഹോസ്റ്റലിൽ റാഗിങ്ങിന് ഇരയായ ഒരു കുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്തത്. ധീരം സിനിമ കണ്ട ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കാരണം മൗത്ത് പബ്ലിസിറ്റിന് അത്ര വലിയ പബ്ലിസിറ്റി വേറെ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാണ്ട് സിനിമയിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ അതും ഇന്ദ്രേട്ടനൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫാമിലിയോടും കസിൻസിനോടും എല്ലാവരോടും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാം. 100% സപ്പോർട്ട് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടാവും. ന്യൂ ഡയറക്ടറാണ് ചെയ്തത്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്രയും സൂപ്പർ പടമാണ്. പിന്നെ അതിൽ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിർമ്മൽ എന്നുള്ള ക്യാരക്ടർ ചെയ്ത കുട്ടി, അതുപോലെ ഒക്കെ എനിക്ക് തോന്നുന്നത് അധികം പുതുമുഖങ്ങളാണെന്ന്. പിന്നെ ഇന്ദ്രജിത്ത്, ദിവ്യാപിള്ള അവരൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. രഞ്ജു പണിക്കർ എല്ലാം കൊണ്ടും മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ദ്രജിത്തേട്ടനാണ്. നല്ലൊരു ആക്ടറാണ്, നല്ല പെർഫോമറാണ്. ഈ പടത്തിൽ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം മൂപ്പര് പെർഫോമൻസ്, ഡയറക്ഷൻ എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ലൊരു പടമാണ്. അപ്പോൾ ഞാൻ കേട്ടി ഈ പടത്തിൻ്റെ ഡയറക്ടറെ ഫസ്റ്റ് മൂവിയാണ്. അങ്ങനെ ഒരിക്കലും പറയൂല. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളൊരു ഡയറക്ടർ ചെയ്തൊരു വലിയൊരു ക്യാൻവാസ്, വലിയൊരു ഫ്രെയിം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. അടിപൊളി പടം, ഒരു രക്ഷയില്ല. ഓൾറെഡി നമ്മളിതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഷുവർ 100% എല്ലാവരും പോയി കാണേണ്ട പടം. താങ്ക് യു. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനത്തെ ഒരു സർപ്രൈസ് കേക്ക് തന്ന CNC സിനിമാസിന് എൻ്റെയും ധീരത്തിൻ്റെ പേരിൽ ഒരുപാട് നന്ദി. ഇപ്പോൾ ഇവിടെ കണ്ട എല്ലാ ആൾക്കാരും സിനിമ ഇഷ്ടമായെന്ന് പറയുന്നു. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും പോയി ഫ്രണ്ട്സിനോടും ഫാമിലിനോടും അയൽക്കാരോടൊക്കെ പറയണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.